ഇരമ്യാവ് എന്ന പ്രവാചകൻ ആത്മകണ്ണുകളിലൂടെ കണ്ട ഒരു കാര്യം. ഇരമ്യാവ് കണ്ടത് മൊത്തം പ്രവചനം ഇരമ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു കൊച്ചു വാക്യം ഞാൻ എടുത്തുകൊണ്ട് വരിക. ഇരമ്യാവ് കണ്ണുകളിൽ കാണുക 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. ദൂതാരംഭിക്കുക. 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു. പ്രവാചകൻ പറയാ, എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ ഞാൻ ചില ദുഷ്ടന്മാരെ കാണുന്നു. വായിച്ചു പോയല്ല, എന്റെ ജനത്തിനിടയിൽ ഞാൻ ചില ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവരുടെ ഒരു സ്വഭാവം വേടനെ പോലെ ആ ദുഷ്ടന്മാർ നിനക്കെതിരെ പതിയിരിക്കുന്നു. അവർ കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു. അവര് കുടുക്ക് വെച്ചിട്ടുണ്ട് നിന്നെ പിടിക്കാൻ. സ്തോത്രം. ഉറച്ചു നിന്നില്ലേലുള്ള ഒന്നാമത്തെ പ്രശ്നം, നിങ്ങളുടെ ഇടയിൽ ചില ദുഷ്ടന്മാരുണ്ട്. നിങ്ങൾ പാർക്കുന്നിടത്തായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ പ്രാർത്ഥന യോഗങ്ങളുടെ മുമ്പിലായിരിക്കാം, എവിടൊക്കെയോ ചില ദൈവത്തിന് സ്തോത്രം ദുഷ്ടന്മാരെ ദൈവാത്മാവ് കാണുക. സ്തോത്രം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആ ദുഷ്ടന്മാർ ചെയ്യുന്നത് എങ്ങനെയാന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. വേടന്മാരെന്ന് പറഞ്ഞാൽ എന്തുവാ? വേട്ട. സിമ്പിൾ അല്ലേ? വേടന്മാരെന്ന് പറഞ്ഞാൽ വേട്ട. പക്ഷി കാണുക വല വിരിക്കുന്നത് വ്യർത്ഥം. ഇപ്പൊ കെണി ആനെ കുഴിക്കകത്ത് പിടിക്കുന്നവരില്ലായിരുന്നു പണ്ട്. വലിയ കുഴി വെട്ടിയിട്ട് മണ്ടയ്ക്ക് കുഴി വെട്ടിയെന്നറിയാതെ കമ്പൊക്കെ വെച്ച് പച്ചപ്പുല്ലൊക്കെ ചെത്തിയെടുത്ത് കൊണ്ടുവന്ന് വെച്ച് ആനയ്ക്ക് ഇഷ്ടമുള്ള 2 ഓലയും വെട്ടിയിടും. ആന ഇങ്ങനെ വന്ന് കാലെടുത്ത് അങ്ങോട്ട് വെച്ച് കൈയെടുത്ത് അങ്ങോട്ട് വെച്ച് ഒരു ചവിട്ടി ചവിട്ടുമ്പോൾ തളപ്പും. പിന്നെ അപ്പോൾ ആനയ്ക്ക് മനസ്സിലാകുന്നേ, അയ്യോ ചതിക്കുഴിയായി പോയല്ലോ. സ്തോത്രം. ഈ ആന വലിയ കുഴിക്കകത്ത് കടന്ന് ഭയങ്കര പരാക്രമം കാണിക്കും. ഇപ്പം ഞാൻ മേളി വരും, ഇപ്പം ഞാൻ നിന്നെ കുത്തുമെന്നൊക്കെ പറയും. ഇപ്പം കരയ്ക്ക് വന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ഇവനെ കയറ്റാൻ പണ്ട് കുഴിക്കകത്ത് വേണ്ടി മെരിഞ്ഞി ആനയെ കൊണ്ടുവരും. അപ്പം ഇതുപോലെ വേടൻ പതിയിരിക്കുന്ന പോലെ, സ്തോത്രം, ചില ദുഷ്ട മനുഷ്യർ എന്ത് ചെയ്യുന്നു? നിന്റെ മൂവ്മെൻറ്റ്സുകളെ ശ്രദ്ധിക്കുന്നു. അവർ ചിലയിടത്ത് വല വിരിച്ചിട്ടുണ്ട്. ആ വലയ്ക്കകത്ത് നീ കുടുങ്ങാൻ അവരുടെ പ്ലാൻ. പക്ഷെ ദൈവാത്മാ പറയാം, നീ ഉറച്ചു നിന്നു. ആര് വല വിരിച്ചാലും ആ വലയ്ക്കകത്ത് നീ വീഴുകയില്ല. ഓ യേശുവിൻ്റെ നാമത്തില്. നിങ്ങളുടെ ഇടയിൽ ചില ദുഷ്ടന്മാരെ കാണുന്നു. അവർ വേടന്മാരെ പോലെ നിനക്ക് പതിയിരിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ജീസസ് ചിലരുടെ കുടുക്കിന്ന് പൊട്ടും. ഒരിക്കലും രക്ഷപ്പെടാൻ വയ്യാത്ത പോലെ നിന്നെ കുടുക്കിയിട്ടേക്കുന്ന ചില വലകള്. യെസ്. നിനക്ക് തന്നെ ഫീലാകും ചില കുടുക്കഴിയുന്ന കാഴ്ച. രക്ഷപ്പെടാൻ വയ്യാത്ത കുടുക്കിനകത്ത് നിന്നെ ബന്ധിച്ചിട്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാ പറയുക, അത് അഴിക്കാൻ സമയമായി. ഓ ഹല്ലേലൂയ. സ്തോത്രം. ചിലർ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടും ഇന്നും അവർ ആ കൃപ യഥാർത്ഥമായിട്ട് വെളിപ്പെടുന്നില്ല. അവർ എന്താ കാര്യം? അവരേതോ ഒരു കുടുക്കില്ല. എന്നാൽ ഇന്ന് ദൂത് പറയുക, അല്പചില ദിവസത്തിനകത്ത് നീ ഒരു നല്ല വാർത്ത കേൾക്കാൻ പോവുക. വേടൻ കുടുക്കിയ കുടുക്ക്, വേടനെ പോലെ പതിയിരിക്കുന്ന ദുഷ്ട മനുഷ്യര്